നല്ല അടിപൊളി മത്തി ഇട്ടിട്ടുണ്ട്. മത്തി ഒമാൻ മത്തി ആയാലും സിംഗപ്പൂർ മത്തി ആയാലും ഇന്ത്യൻ മത്തി ആയാലും കേരള മത്തി ആയാലും എന്തായാലും കേരളീയർക്ക് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മീൻ. നമ്മുടെ മത്തി വെട്ടി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഈ അടുപ്പത്ത് വെച്ച് ചൂടായി. എണ്ണ കട്ട കെട്ടിയിരിക്കുന്ന എന്നാന്നോ ഉറങ്ങിയിരിക്കുന്നത് എന്താണെന്നറിയാം. ഇവിടെ ഭയങ്കര തണുപ്പാണ്, അതുകൊണ്ടാണ് എണ്ണ ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വലിയൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കും നേരത്തെ, എന്നിട്ട് സ്പൂണിട്ട് ഇങ്ങനെ എടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് ചൂടായ എണ്ണയ്ക്കകത്തോട്ട് കടുകും ഉലുവായും കടുകും ഇട്ട് കൊടുക്കാം. ഉലുവായും കടുകും പൊട്ടിക്കഴിഞ്ഞപ്പോൾ വെളുത്തുള്ളി, കറിവേപ്പില, ചുമന്നുള്ളി എല്ലാം കുഞ്ഞായിട്ടരിഞ്ഞ് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായ പൊടികൾ എടുത്തൊരു പാത്രത്തിലെടുക്കാം. കുറച്ച് കാശ്മീരി പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി. മൂത്ത് കഴിയുമ്പോൾ പൊടികളെല്ലാം കൂടെ ആഡ് ചെയ്യും. എന്നിട്ട് നല്ലതായിട്ട് നമുക്ക് അതിനെ അങ്ങ് ഇളക്കി കൊടുക്കാവേ. മൂത്തിട്ടുണ്ട്. അങ്ങോട്ട് നമുക്ക് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇത് നമ്മൾ കുടംപുളി ഇട്ടല്ലേ വെക്കുന്നത്, പച്ചമാങ്ങ ഇട്ടാണ് വെക്കുന്നത്. പച്ചമാങ്ങ ഇട്ട് മുളകിട്ടാണ് ഈ മത്തിക്കറി വെക്കുന്നത്. അപ്പം മാങ്ങ അരിഞ്ഞത് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടത്തേക്ക് നമുക്ക് ഈ മത്തി ഇട്ട് കൊടുക്കാം. അത് കഴിയുമ്പോഴത്തേന് നമ്മുടെ ഈ മത്തി ഓരോന്ന് വീതം നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പം കണ്ടിട്ട് നല്ല അടിപൊളിയായില്ലേ, കാണുമ്പോൾ തന്നെ അടിപൊളി, സൂപ്പർ. അപ്പോൾ ഇനി നമുക്കിത് തിളച്ച് വേകുന്നിടം വരെ അടച്ചു. അപ്പം നമ്മുടെ മത്തിക്കറി ഏകദേശം തിളച്ച് വേകാറായിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടെ മേളിലോട്ടിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മീൻകറി ഇങ്ങനെ ആയി വരുന്നുണ്ട്. ക്ഷമയില്ലെന്നേ, ഇതൊന്ന് പെട്ടെന്നാവുമായിരുന്നു, നമുക്ക് കഴിക്കാമായിരുന്നു. മത്തിയല്ലേ മത്തി. അപ്പം നമുക്ക് ചോറെടുക്കാം. ചോറ് ഞാൻ സ്റ്റീൽ പ്ലേറ്റിലാണ് കഴിക്കുന്നത്. ചോറ് ഒരു തവിയും കൂടെ, അത് മതിയാകും. സൂപ്പർ പയറും മെഴുക്കുവരട്ടിയുണ്ട്. പയറും മെഴുക്കുവരട്ടി ഒരു സൈഡിൽ കൊടുക്കാം. ഇവിടെ നമ്മുടെ മത്തിക്കറി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചോറിന് മത്തി മാങ്ങായും കൂടെ എടുത്ത് ചോറിൻ്റെ സൈഡിലങ്ങ് വെക്കാം. കുറച്ച് ചാറ്. മത്തിക്കറിക്കകത്ത് മാങ്ങ കഷ്ണം തിന്നാൻ എന്നാ ടേസ്റ്റാണെന്നറിയാം. ചാറ് നമുക്ക് ചോറിൻ്റെ മേളിൽ കൂടെ ഒഴിച്ചേക്കാം. എന്നിട്ട് ഈ പയറും മെഴുക്കുവരട്ടിയും ഈ മത്തി ഇങ്ങോട്ട് എടുത്ത്, മത്തി ഈ മാങ്ങായും നല്ല ചൂടാണ്, നല്ല ചൂട് മാങ്ങായും ഈ മത്തി അങ്ങോട്ട് വെച്ചിട്ട് ചോറൊരു പിടി പിടിക്കണം. ആയി സൂപ്പർ.